2.25 വർഷം മുന്നേ എനിക്ക് ചെവിയുടെ കേൾവി കുറയുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അങ്ങനെയാണ് ബാംഗ്ലൂർ അല്ലാതെ ഞാൻ കേരളത്തിലൊരു ഹോസ്പിറ്റലും ഡോക്ടറെയും സെർച്ച് ചെയ്ത് എനിക്ക് കേൾവിയാണെങ്കിലും തിരിച്ച് സർജറി ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ കൊളസ്റ്റിറ്റോമ ഒരിക്കൽ ഡയഗ്നോസ് ചെയ്താൽ അതിന് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഹലോ, എൻ്റെ പേര് അനിൽജിത്ത്. ഞാനിവിടെ കോട്ടയത്ത് പള്ളിക്കത്തോടാണ് താമസം. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഒരു 2 വർഷം മുന്നേ 2.25 വർഷം മുന്നേ എനിക്ക് ചെവിയുടെ കേൾവി കുറയുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അങ്ങനെയാണ് ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ഡിസംബർ 23 ഒരു സർജറി കഴിഞ്ഞു. അങ്ങനെയാണ് അത് കൊളസ്റ്റിറ്റോമ ആണെന്ന് കണ്ടത്. അങ്ങനെ സർജറി കഴിഞ്ഞു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം അന്ന് അതൊരു എൻഡോസ്കോപ്പിക് സർജറി ആയിരുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം സെയിം ഇഷ്യൂ പിന്നെയും വന്നു. എനിക്ക് ഡിസ്ചാർജും പിന്നെ ചെവിയുടെ കേൾവി പിന്നെയും കുറഞ്ഞു. എനിക്ക് റൈറ്റ് സൈഡാണ് സർജറി ചെയ്തത്. റൈറ്റ് സൈഡ് പിന്നെയും കേൾവി പോയി. അങ്ങനെയാണ് ബാംഗ്ലൂർ അല്ലാതെ ഞാൻ കേരളത്തിലൊരു ഹോസ്പിറ്റലും ഡോക്ടറെയും സെർച്ച് ചെയ്ത് ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഈ അസുഖത്തെപ്പറ്റി യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു. അങ്ങനെയാണ് വിവേക് ഡോക്ടറെ കണ്ടത്. അങ്ങനെ വിവേക് ഡോക്ടറെ ഇവിടെ ചെങ്ങന്നൂർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ വന്ന് ഡോക്ടറെ കണ്ടു. പിന്നെ ഡോക്ടറാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് പിന്നെ ഒരു വിത്തിൻ 3-4 വീക്സിൽ സർജറി ചെയ്തു. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 7 മാസമായി. ഇന്ന് ഫോളോ അപ്പ് ചെക്കപ്പ് ആയിരുന്നു. ഫോളോ അപ്പ് ചെക്കപ്പ് കഴിഞ്ഞ് ഇപ്പം എല്ലാം നന്നായിട്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കേൾവിയാണെങ്കിലും തിരിച്ച് സർജറി ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഈവൻ ദോ അത് ഫുള്ള് റിക്കവർ ആകാനായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിലും അത്യാവശ്യം എനിക്കിപ്പം കേൾക്കുകയെല്ലാം പറ്റുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഈ പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്ത് ഇയർ ഡിസ്ചാർജ്, അതായത് ചെവിയിൽ നിന്ന് പഴുപ്പ് വരികയും അതിൻ്റെ കൂടെ കേൾവി കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം 1 വർഷം മുന്നേ ബാംഗ്ലൂരിൽ ഇതേ പ്രോബ്ലത്തിനായിട്ട് ഒരു എൻഡോസ്കോപ്പിക് സർജറി നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഇയർ ഡിസ്ചാർജ് തുടരുകയും അത് കഴിഞ്ഞ് കേൾവി പെട്ടെന്ന് ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ തുടങ്ങി, അതായത് കേൾവി കുറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. നമ്മളിത് കൊളസ്റ്റിറ്റോമ എന്നുള്ള ഒരു അസുഖമായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും അതുകൊണ്ട് ചെവിയിടത്തുള്ള കേൾവിയുടെ ചെറിയ അസ്ഥികൾ വരെ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് കേൾവി കുറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ കൊളസ്റ്റിറ്റോമ ഒരിക്കൽ ഡയഗ്നോസ് ചെയ്താൽ അതിന് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മാസ്റ്റോയിഡക്ടമി, അതായത് ഈ കൊളസ്റ്റിറ്റോമ കയറിയിരിക്കുന്ന എല്ലിൻ്റെ ഭാഗമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രിൽ ചെയ്ത് കളയുകയും അതിന് പുറമെ ദ്രവിച്ച അസ്ഥികൾ, അത് അവശേഷിക്കുന്നത് എന്താണ്, അത് നമ്മൾ റിപ്പയർ ചെയ്ത് റീപ്ലേസ് ചെയ്ത് ഹിയറിംഗ് മെച്ചപ്പെടുത്താനുള്ളൊരു അറ്റംപ്റ്റിൻ്റെ കൂടെ തന്നെ പുതിയൊരു ഇയർ ഡ്രം നമ്മൾ സർജിക്കലി റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്തു. ഇപ്പോൾ ഏകദേശം സർജറി കഴിഞ്ഞ് 6 മാസത്തിലധികമായി. അപ്പോൾ പേഷ്യൻ്റ് തിരിച്ച് ഫോളോ അപ്പിന് വരികയും പേഷ്യൻറ്റിന് അന്നുണ്ടായിരുന്ന ആ ഇയർ ഡിസ്ചാർജ് വിഷയം ഇപ്പോൾ ഇല്ല. അതിന് പുറമെ നമുക്ക് ഹിയറിംഗ് മെച്ചപ്പെടുത്താൻ പറ്റി. അതായത് പേഷ്യൻ്റ് എന്ത് ഒരു ലെവലിലാണ് നമ്മുടെ അടുത്ത് എത്തിയിരുന്നത് അതിൽ നിന്നും വളരെയധികം നമുക്കത് ഹിയറിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലുള്ള ഇയർ ഡിസ്ചാർജ്, ചെവിയിൽ നിന്ന് വരുന്ന പഴുപ്പ്, ഈ ചെവിക്കുള്ള കേൾവി കുറവ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവർ തീർച്ചയായിട്ടും ENT കൺസൾട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.